ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് പോലെ തന്നെ വോയിസ് മെസ്സേജ് അയക്കാനും വീഡിയോകൾ അയക്കാനും അതുപോലെ ഫയലുകൾ അയക്കാനും കഴിയുന്ന സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും വേറെ ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ല, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഗൂഗിളിന്റെ ഒരു ആപ്പ് ഇതിനായി ഉണ്ടാകാം. പലരും ദിവസവും ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഫീച്ചർ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. ഇതിന്റെ പേരാണ് ഗൂഗിൾ മെസ്സേജിലെ RCS ചാറ്റ്. വാട്സപ്പ് പോലെ തന്നെ മോഡേൺ മെസ്സേജിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് എങ്ങനെ ഓൺ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ ചെയ്യാൻ കഴിയുന്നത്, അതിലും പ്രധാനമായി വാട്സപ്പിന് പകരം ഇത് ഉപയോഗിക്കാൻ കഴിയുമോ, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണാം. ആദ്യം ഗൂഗിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എന്നൊരു ആപ്പ് ഉണ്ടാകും. പല ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് ഗൂഗിൾ മെസ്സേജ് ആയിരിക്കും. നിങ്ങൾ സാധാരണ SMS അയക്കാൻ ഉപയോഗിക്കുന്ന അതേ ആപ്പ് തന്നെയാണിത്. പക്ഷേ ഇതിൽ RCS ചാറ്റ് ഇനേബിൾ ചെയ്താൽ സാധാരണ SMSനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ മെസ്സേജിംഗ് ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഒരു പഴയ SMS ആപ്പിനെ വാട്സപ്പ് പോലുള്ള മോഡേൺ മെസ്സേജിംഗ് എക്സ്പീരിയൻസിലേക്ക് മാറ്റുന്നത് പോലെ. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ മെസ്സേജിംഗ് ആപ്പ് നിങ്ങൾ തുറക്കുക. ശേഷം മുകളിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ RCS ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അത് തുറക്കുക. ഇവിടെ നിങ്ങൾക്ക് ടേൺ ഓൺ RCS ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓൺ ചെയ്തതിന് ശേഷം വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് RCS മെസ്സേജ് അയക്കാൻ കഴിയും. ഇതാണ് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം. സാധാരണ SMSൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ മാത്രമാണ് പ്രധാനമായും സാധിക്കുന്നത്. പക്ഷേ RCS ഉപയോഗിക്കുമ്പോൾ മെസ്സേജിംഗ് എക്സ്പീരിയൻസ് വളരെ അഡ്വാൻസ്ഡ് ആകും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോട്ടോകൾ അയക്കാം, വീഡിയോകൾ അയക്കാം, സ്റ്റിക്കറുകൾ സെൻഡ് ചെയ്യാം, ഫയലുകൾ സെൻഡ് ചെയ്യാം, വോയിസ് മെസ്സേജ് അയക്കാം, ലൊക്കേഷൻ ഷെയർ ചെയ്യാനും സാധിക്കും. അങ്ങനെ വാട്സപ്പിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന പല കാര്യങ്ങളും RCS ചാറ്റിലും ചെയ്യാൻ സാധിക്കും. ഇനി സെറ്റിംഗ്സിൽ കാണുന്ന മറ്റൊരു പ്രധാന ഓപ്ഷനാണ് റീഡ് റെസിപ്റ്റ്സ്. ഇത് ഓൺ ചെയ്താൽ നിങ്ങൾ അയച്ച മെസ്സേജ് മറ്റേയാൾ വായിച്ചോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാട്സപ്പിൽ സാധാരണ മെസ്സേജ് റീഡ് ആയാൽ ബ്ലൂ ടിക്ക് കാണിക്കുന്നത് പോലെ RCSലും മെസ്സേജ് ഡെലിവറി റീഡ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇനി ഇതേ സെറ്റിംഗ്സ് ഇന്റർഫേസിൽ തന്നെ താഴെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ ഒരു വ്യക്തിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈപ്പിംഗ് ചെയ്യുകയാണെന്ന് മറ്റേയാൾക്ക് കാണിക്കാൻ ഈ ഓപ്ഷൻ സഹായിക്കും. വാട്സപ്പിൽ നമ്മൾ കാണുന്ന ടൈപ്പിംഗ് എന്ന സംവിധാനവുമായി സാമ്യമുള്ളതാണിത്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർ കാണേണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. അതിനായി നിങ്ങൾ RCS ചാറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് തന്നെ പോവുക. അതിനുശേഷം നിങ്ങൾ ആർക്കാണോ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതുപോലെയായിരിക്കും. ഇവിടെ വോയിസ് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ശേഷം അത് മെസ്സേജായി അയക്കാം. അതായത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി എന്ന സാഹചര്യത്തിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോ അയക്കണമെങ്കിൽ ചാറ്റ് തുറന്ന് ഗാലറി ഓപ്ഷൻ ഉപയോഗിക്കാം. നിങ്ങളുടെ ഫോണിലെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾ സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ പ്ലസ് ബട്ടൺ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഫയൽസ്, കോണ്ടാക്ട്, ലൊക്കേഷൻ തുടങ്ങിയവ ഷെയർ ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും ഒരു SMS സംവിധാനം മാത്രമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ഫീച്ചർ പറയാം. അത് മെസ്സേജ് ഷെഡ്യൂൾ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സുഹൃത്തിന് നാളെ രാവിലെ 8 മണിക്ക് ഒരു മെസ്സേജ് അയക്കണമെന്ന് കരുതുക. പക്ഷേ നാളെ രാവിലെ 8 മണിക്ക് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ മെസ്സേജ് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് നാളെ രാവിലെ 8 മണിക്ക് അയക്കാൻ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അതിനായി നിങ്ങൾ താഴെ കാണുന്ന പിക്ക് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണോ വേണ്ടത് നിങ്ങൾ ആ ഡേറ്റ് തിരഞ്ഞെടുക്കുക. പിന്നീട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് സമയത്താണോ മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആ സമയം സെറ്റ് ചെയ്തതിന് ശേഷം താഴെ സെറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഉദാഹരണത്തിന് നാളെ വൈകുന്നേരം നമുക്ക് പുറത്തു പോകാമോ എന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കാം. നിശ്ചയിച്ച സമയത്ത് മെസ്സേജ് ഓട്ടോമാറ്റിക്കലി അയക്കപ്പെടും. ഇത്തരം ഷെഡ്യൂളിംഗ് ഫീച്ചർ ചില മെസ്സേജിംഗ് ആപ്പിനേക്കാൾ ഗൂഗിൾ മെസ്സേജിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, RCS എന്നാൽ എന്താണ്? RCS എന്നത് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ പഴയ SMS സംവിധാനത്തെ കൂടുതൽ മോഡേൺ ആക്കാനുള്ള ഒരു മെസ്സേജിംഗ് സ്റ്റാൻഡേർഡ് ആണ് RCS. അതായത് പഴയ SMS പോലെ വെറും ടെക്സ്റ്റ് അയക്കുന്നതിൽ നിന്ന് മാറി ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് മെസ്സേജിംഗ് ഫീച്ചർ നൽകുകയാണ് RCS ചെയ്യുന്നത്. RCSഉം വാട്സപ്പും ഒരേ ടെക്നോളജി അല്ല. വാട്സപ്പ് ഒരു സെപ്പറേറ്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. RCS എന്നത് മെസ്സേജിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അത് ഗൂഗിൾ മെസ്സേജ് പോലുള്ള സപ്പോർട്ടഡ് മെസ്സേജിംഗ് ആപ്പ് വഴി ഉപയോഗിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ RCS ചാറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും കാലം നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഉണ്ടായിരുന്ന ഈ ഗൂഗിൾ മെസ്സേജിലെ RCS ഫീച്ചർ നിങ്ങളിൽ എത്ര പേർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.